അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മരുന്നുകൾ കയറ്റിയിരിക്കുന്നു, അതിനൊപ്പം ഇളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവിടെ പോയി ഇളിച്ചുകൊണ്ട് വേറെ ഫോട്ടോ ഇട്ടിട്ട് അത് പോസ്റ്റായിട്ട് നമ്മളെ കാണിക്കാനും ഉളുപ്പില്ലാത്ത വർഗം സമ്മതിക്കണേ. നമസ്കാരം സുഹൃത്തുക്കളെ. 1-2 ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരൊക്കെ അത് കണ്ടു കാണും. പക്ഷേ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു. കാരണം ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അങ്ങനത്തെ ആയിരുന്നു. എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് ഒരു സംഘം ക്യൂബയിലേക്ക് പോകുന്നു. അത് അവർ വെറുതെ പോവുകയല്ല, അവർ കുറേ ജീവൻ രക്ഷാ മരുന്നുകളുമായിട്ടാണ്. ആ ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് PK ശ്രീമതിയും സംഘമൊക്കെ അടങ്ങുന്ന ടീമാണ് അങ്ങോട്ടേക്ക് പോയത്. അത് വാർത്തയായിട്ട് കൊടുക്കാനുള്ള ഉളുപ്പില്ലായ്മ, ഞാൻ അങ്ങനെ തന്നെ പറയേണ്ടത്, ഉളുപ്പില്ലായ്മ അവർ കാണിച്ചു. അതിന് നിന്ന് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം ആഗോള കമ്മ്യൂണിസ്റ്റുകളുടെ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ ക്യൂബ പോലെ ചൈന പോലെ എന്നൊക്കെയായിരുന്നു അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ക്യൂബയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവർ ചൈനയെ മാത്രമായിട്ട് പിടിച്ചിരിക്കുക. ഒരു സമയത്ത് വിയറ്റ്നാമൊക്കെ ഉണ്ടായിരുന്നു, വെനസ്വലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോവിഡ് കാലത്ത് പോലും ക്യൂബയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി സേവനമനുഷ്ഠിക്കുന്നത് എന്ന് തള്ളി അവർ മറിച്ചിരുന്നു. അന്ന് ക്യൂബയിൽ നിന്ന് കോവിഡ് വാക്സിൻ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്ന് തള്ളി മറിച്ചത് ആരാണ് എന്ന് ഓർമ്മയുണ്ടോ? സാക്ഷാൽ പിണറായി വിജയൻ, കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി. ഇനി ആ വാർത്തയും ഇതും കൂടെ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യും? ഇവരുടെ ഉളുപ്പില്ലായ്മ ഓർത്ത് ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ അത് രഹസ്യമായിട്ട് വെക്കാനെങ്കിലും അവർ നോക്കണ്ടേ. ഇനി എല്ലാം പോട്ടെ, ഇവിടെ നിന്ന് ഇന്ത്യ ക്യൂബയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ അയക്കുന്നു. അത് സർക്കാർ തലത്തിൽ തന്നെ അവർ ചെയ്തോളും, വാർത്ത പോലും ആക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ പിന്നീട് വാർത്തയാക്കിയേക്കും. പക്ഷേ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുത്ത് ആ പേരിൽ അവർ ക്യൂബയ്ക്കൂടെ പോകുന്നു. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ നിന്ന് സർക്കാരിന് തന്നെ അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മനുഷ്യരില്ലേ, ചാവാതെ കിടക്കട്ടെ. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യം കൊടുക്കുന്ന ദയ, ഒരു ദാനധർമ്മം. നമ്മുടെ രാജ്യം എത്രയോ ഇതുപോലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് പിച്ച നൽകുന്നത്. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യത്താണ്, താലിബാനാണ് അഫ്ഗാൻ ഭരിക്കുന്നത്. അപ്പോഴും അവിടുത്തെ പാവങ്ങളായിട്ടുള്ള ആളുകളെ പ്രതി നമ്മൾ ഗോതമ്പ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പെട്രോൾ കൊടുക്കുന്നു, പണം വരെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ട് ആഗോള കമ്മികളുടെ തലസ്ഥാനമായിട്ടുള്ള ക്യൂബയിലെ ജനങ്ങൾ പട്ടിണിയും രോഗവും മൂലം ചാവാതിരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ദയാകടാക്ഷം അങ്ങനെ അങ്ങ് കരുതിക്കോളാം, അല്ലെങ്കിൽ ആ കണക്കിൽപ്പെടുത്തി വിട്ടോളാം. പക്ഷെ അതിൻ്റെ മുന്നിൽ പോയി ഫോട്ടോയും എടുത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ അത് വാർത്തയുമാക്കി ഇളിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ ഇവരുടെയൊക്കെ തൊലി, കാണ്ടാമൃഗത്തിൻ്റെ തൊലി എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനും കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിർമ്മിച്ചതായിരിക്കും എന്നേ പറയാനുള്ളൂ. ഇനി ഇവർ എന്താണ് ക്യൂബയിൽ ചെന്നിട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക, അത് ഈ ചിത്രം ഉത്തരം പറയും. ഇവിടെ ഈ കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിൽ പോകുന്ന സ്ത്രീകളെ എന്തൊക്കെ പറഞ്ഞ ഒരു മഹതിയാണ് ഈ സ്ത്രീ എന്ന് ആലോചിക്കുക. അവർ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നത് ശരി, അവരുടെ സംസ്കാരം അനുസരിച്ച് അതായിരിക്കും വേഷം, കുഴപ്പമില്ല. പക്ഷെ അവിടെയും ഉളുപ്പ് എന്ന് പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തിൻ്റെ പേരിലും പറഞ്ഞിട്ടാണ് ഇവർ പോയത്? ജീവൻ രക്ഷാ മരുന്നുകൾ ക്യൂബയ്ക്ക് നൽകുന്നു. അതിനിവിടുന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി സംഘം എന്താ അത്യാവശ്യമുള്ള കാര്യം? എവിടെ നിന്നാണ് പോകുന്നത്? ഈ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? ആസാം നമ്മളെക്കാളും കൂടുതൽ മഴക്കെടുതി അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ 2018 പ്രളയം വന്ന സമയത്ത് ഏതാണ്ട് 2 കോടി രൂപ തന്ന സംസ്ഥാനമാണ് ആസാം. അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലെ ഈ മണ്ണിടിച്ചിലും ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് എത്ര സംസ്ഥാനങ്ങളാണ് കൈയച്ച് കേരളത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 5 കോടിയും 10 കോടിയും ഒക്കെ തന്ന സംസ്ഥാനങ്ങളുണ്ട്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ തിരിച്ച് അതുപോലെ ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനാണ് ഇതേപോലെ ദുരിതം അനുഭവിക്കുന്നത്. അതൊന്നും അവർ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു കാലത്ത് അവർ ഈ പൊക്കിയടിച്ചുകൊണ്ടത് ക്യൂബ എന്തോ സ്വർഗ്ഗമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. സ്വർഗ്ഗം. ഇപ്പോൾ തന്നെ അവർ ഈ മരുന്നിൻ്റെ പേരും പറഞ്ഞു പോയത് ഫിഡൽ കാസ്ട്രോയുടെ എന്തോ ആണ്ട് പൂർത്തിയോ അങ്ങനെ എന്തോ സംഭവം ആഘോഷിക്കാനോ ആചരിക്കാനോ വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതിന് ഈ പേരും പറഞ്ഞു. പക്ഷേ ഇവർ മനസ്സിലാക്കണ്ടേ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് സമയത്ത് ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്ന് അത് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറെടുപ്പ് നടത്തിയിരുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ആ ക്യൂബയ്ക്ക് ഇന്ന് അവരുടെ അന്തംഗമ്മികൾക്ക്, അവിടെയുള്ള അന്തംഗമ്മികൾക്ക് ജനങ്ങളെ പറയാൻ പറ്റില്ല, അവർക്ക് ഓപ്ഷനില്ല അവരുടെ മുന്നിൽ. ഈ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഭരിക്കുന്ന സ്ഥലത്ത് ഇലക്ഷനും ഒന്നും കാണില്ല. അവർക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണകൂടത്തെ അനുസരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അതിനാൽ അവിടെ പാവപ്പെട്ട ആൾക്കാരായിരിക്കും, ഒരുപക്ഷെ കമ്മികൾ തന്നെ ആവണമെന്നില്ല. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മരുന്നുകൾ കയറ്റിയിരിക്കുന്നു, അതിനൊപ്പം ഇളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവിടെ പോയി ഇളിച്ചുകൊണ്ട് വേറെ ഫോട്ടോ ഇട്ടിട്ട് അത് പോസ്റ്റായിട്ട് നമ്മളെ കാണിക്കാനും ഉളുപ്പില്ലാത്ത വർഗം സമ്മതിക്കണേ.